നമ്മുടെ ഒട്ടകങ്ങൾക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് സെറ്റാക്കാനും പെട്ടെന്ന് അതിന് ഇമ്മ്യൂണിറ്റി കൂടാനുള്ള ചില ടിപ്സുകൾ പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിനകത്ത് 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ അത്രയ്ക്ക് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ പലരും പല രീതിയിലും പറയുന്നത് കൊണ്ടാണ് പല ഒട്ടകങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇത് അനുഭവങ്ങൾ ഉള്ള ഒരു കുറവായതുകൊണ്ടും തുടക്കത്തിൽ എനിക്കും കുറച്ച് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് സെറ്റാവണമെങ്കിൽ നമ്മൾ ഒട്ടകങ്ങൾ മഴ നനച്ചേ മതിയാവും. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞാൽ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് മഴക്കാലമുണ്ട്, വെയിലുകാലമുണ്ട്. അപ്പം മഴയും വെയിലും അഭിമുഖീകരിച്ച് കറക്റ്റ് അതിന് ബോഡിയിൽ അതിനുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയാലേ അത് എല്ലാ കാലാവസ്ഥയിലും അതിജീവിക്കാനുള്ളൊരു കഴിവ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒട്ടകം വന്ന ഉടൻ നമ്മളതിനെ ഡ്രിമ്മ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ബോഡി കപ്പാസിറ്റിക്ക് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസ് അത് ഡോക്ടർമാരെ വിളിച്ച് ചെയ്യിക്കുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാം. അതിന് ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടുന്നതായിരിക്കും. പിന്നെ ഒട്ടകം എന്തെങ്കിലും അലർജിറ്റിക് ആണെങ്കിൽ മാത്രം നമ്മളിനി എത്ര ടാർപ്പ് കെട്ടിയാലും ഒരു കാരണവശാലും ഇഞ്ചക്ഷൻ എടുത്താലും ഒട്ടകത്തിന് അത് റിക്കവറി ആകത്തില്ല. അതിനെ മണ്ണിൽ നിർത്താതിരിക്കാൻ നോക്കുക. നമ്മളൊരു കൊണ്ടുവരുന്ന ഒട്ടകം അലർജിറ്റിക് അല്ല, ചൊറിച്ചിലില്ല, ഫംഗസ് ഉണ്ടെങ്കിലും ചൊറിച്ചിലില്ലെങ്കിലും കുഴപ്പമില്ല, ഒട്ടകത്തിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടാക്കാവുന്നതാണ്. അല്ലാതെ പലരും പല മെത്തേഡുകളും പലർക്കും ചില അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ അത് വെച്ച് ഓരോ ഒട്ടകങ്ങൾ നമ്മൾ ഇതാക്കി പറയും. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സിമ്പിളായിട്ട് ഒട്ടകത്തിന് നമുക്ക് ക്ലൈമറ്റ് സെറ്റാക്കാം. പക്ഷേ മഴയും വെയിലും കൊണ്ടാലേ ഒട്ടകത്തിന് ക്ലൈമറ്റ് സെറ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടാർപ്പായിട്ട് അടിയിൽ എത്ര നാൾ ഇട്ടിട്ട് പിന്നെ ഒരു 4 വർഷം 3 വർഷം കഴിഞ്ഞ് മഴ നനയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് വീണ്ടും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നന്ദി.